ഹലോ, ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ക്ലാസ്സാണ്. നമ്മൾ പഠിക്കുന്ന ലോജിസ്റ്റിക് മാപ്പിനെ കുറിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ ബൈഫർക്കേഷൻ ഡയഗ്രം കണ്ടായിരുന്നു. അത് ഞാൻ പ്ലോട്ട് ചെയ്ത് വെച്ച റിസൾട്ട് നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. ഇപ്പം ഇനി അത് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്നുള്ള ഒരു കോഡാണ് ഈ കാണിക്കുന്നത്. കോഡിനകത്ത് സാധാരണ ആ ലോജിസ്റ്റിക് ഫംഗ്ഷൻ നമ്മളെപ്പോഴും എഴുതുന്ന ലോജിസ്റ്റിക് ഫംഗ്ഷനുണ്ട്. അതേപോലെ ഞാൻ ഈ ബൈഫർക്കേഷൻ ഡയഗ്രം വരയ്ക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ട്രാൻസിയൻസ് സമയം നെഗ്ലക്റ്റ് ചെയ്യണം. പിന്നെ ഉള്ള എൻ ടൈമിൽ ഉള്ള വാല്യൂസ് എനിക്കൊരു അറേയിലേക്ക് എടുത്തു വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ ആദ്യം ട്രാൻസിയൻസ് നമ്പർ ഓഫ് ടൈം സ്റ്റെപ്പിൽ റൺ ചെയ്യണം, പക്ഷേ ഡേറ്റ സേവ് ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് എൻ ടൈം നമ്പർ ഓഫ് ടൈം സ്റ്റെപ്സിൽ റൺ ചെയ്തിട്ട് ആ ഡേറ്റ സേവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, എന്നിട്ട് മെയിൻ കോഡ് തുടങ്ങുകയാണ്. മെയിൻ കോഡിനകത്ത് ഞാൻ പറയണം എത്ര ട്രാൻസിയൻസ് വേണം, എത്ര നമ്പർ ഓഫ് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യണം. നിങ്ങൾ ഈ വാല്യൂസ് ഒക്കെ മാറ്റി മറിച്ചൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ആൻഡ് ഇനീഷ്യൽ വാല്യൂ ഞാൻ എല്ലാ കേസും ഒരേ സെയിം ഇനീഷ്യൽ വാല്യൂ എന്നാണ് തുടങ്ങുന്നത്. 0.3 എന്നുള്ള ഇനീഷ്യൽ വാല്യൂ ആണ്. ഇതൊന്നും നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ആൻഡ് പാരാമീറ്റർ ചില സ്ഥലത്ത് ഞാൻ ആർന്ന് വിളിക്കുന്നുണ്ട്, ചില സ്ഥലത്ത് എന്ന് വിളിക്കുന്നുണ്ട്. ദാറ്റ്സ് ഓക്കെ. നമ്മുടെ ലോജിസ്റ്റിക്കിൻ്റെ പാരാമീറ്റർ. ആ പാരാമീറ്റർ ഞാൻ 0 മുതൽ 4 വരെ ആ ഹോൾ റേഞ്ച് ഞാൻ തൽക്കാലം പ്ലോട്ട് ചെയ്യാൻ നോക്കുകയാണ്. ആ ഹോൾ റേഞ്ചിനെ ഞാനൊരു 4000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ഓരോ പാരാമീറ്ററിന് ഫോർ എക്സാമ്പിൾ a ഈക്വൽ ടു 0യ്ക്ക് എന്ത് ചെയ്തു, ആ ലോജിസ്റ്റിക് മാപ്പ് റണ്ണ് ചെയ്ത് ഇനീഷ്യലി ഒരു 1000 ടൈം സ്റ്റെപ്പിൽ വാല്യൂസ് നെഗ്ലക്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു 400 ടൈം സ്റ്റെപ്സിലെ വാല്യൂ പ്ലോട്ട് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ തൽക്കാലം ഈ കോഡിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇത് എക്സ് ലിമിറ്റ് വൈ ലിമിറ്റൊക്കെ ഫിക്സ് ചെയ്യുന്നത് എനിക്ക് എന്താണ് ആ ഒരു കുഞ്ഞു റീജിയൻ സൂം ചെയ്ത് കാണാനൊക്കെയാണ്. അത് ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. കോഡ് റൺ ചെയ്യാൻ കുറച്ച് ഏറെ സമയം എടുക്കും കേട്ടോ, കാരണം വളരെ നമ്പർ ക്രഞ്ചാണ്. അതായത് കുറേയേറെ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്താലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതായത് ബൈഫർക്കേഷൻ ഡയഗ്രത്തിൽ എക്സ് ആക്സിസിൽ ഞാൻ 6 പാരാമീറ്ററാണ്, വൈ ആക്സിസിൽ എക്സ് ആണ്, എക്സിൻ്റെ ഫൈനൽ വാല്യൂസ് ആണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ 0.5 ആണ് ആറിൻ്റെ വാല്യൂ എങ്കിൽ നമുക്ക് ഫിക്സ് പോയിന്റിലേക്കാണ് പോകുന്നത്. ഏത് ഫിക്സ് പോയിന്റ് ആണ്? ആ കേസിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഫിക്സ് പോയിന്റ് എന്ന് പറയുന്നത് 0 എന്നുള്ള ഫിക്സ് പോയിന്റ് ആണ്. ഓക്കെ, 1 കഴിഞ്ഞു. 1 കഴിയുമ്പോഴാണ് 0 അല്ലാത്ത ഫിക്സ് പോയിന്റ് സ്റ്റേബിൾ ആവുന്നത്. ഓക്കെ, 1 സൈക്കിളും ഫിക്സ് പോയിന്റ് അത് സെയിം തന്നെയാണ് കേട്ടോ. സോ ഇവിടെയൊക്കെ ഫിക്സ് പോയിന്റ് തന്നെയാണ്. എന്നിട്ട് 3 ആയി കഴിയുമ്പോഴേക്കും എന്തായി, 2 സൈക്കിളായി, പിന്നെ 4 സൈക്കിളായി, അവിടുന്ന് 8 സൈക്കിളായി, അങ്ങനെ കൂടി വന്ന് പിന്നെ അപ്പീരിയോഡിക് ആയിട്ടുള്ള റീജിയൻ വരും. ആൻഡ് അപ്പീരിയോഡിക് ആയിട്ടുള്ള റീജിയൻ അതിൻ്റെ ഇടയ്ക്ക് പീരിയോഡിക് ആയിട്ടുള്ള വേറെ റീജിയൻസും ഉണ്ട്. ഓക്കെ, അപ്പം ഈ കോഡ് നിങ്ങൾ പലതവണ റൺ ചെയ്യുക. പാരാമീറ്റേഴ്സിൻ്റെ റേഞ്ചൊക്കെ മാറ്റിയിടുക, നിങ്ങൾ പ്ലോട്ട് ചെയ്യുന്ന എക്സ് വാല്യൂസിൻ്റെ റേഞ്ച് മാറ്റിയിടുക, എത്ര നമ്പർ ഓഫ് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യണം എന്നുള്ള കാര്യം മാറ്റുക, എത്ര ട്രാൻസിയൻസ് നെഗ്ലക്റ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചുമൊക്കെ ചെയ്തു.